നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയെക്കുറിച്ചാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും വലിയ പ്രതിസന്ധികൾ നേരിടാറുണ്ട്, അല്ലേ? അത്തരം സാഹചര്യങ്ങളിൽ ഒരു വഴികാട്ടിയാകാൻ കഴിയുന്ന, കാലങ്ങളെ അതിജീവിച്ച ജ്ഞാനമുള്ള ഒരു പുരാതന ഗ്രന്ഥമാണ് ഗീത. അതിന്റെ സത്തയിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാതെ നമ്മൾ തകർന്നുപോയ നിമിഷങ്ങൾ. സത്യത്തിൽ ഭഗവത്ഗീതയുടെ കഥ തുടങ്ങുന്നത് തന്നെ ഇങ്ങനൊരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാണ്. അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം. രംഗം കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ്. കഥാനായകൻ പാണ്ഡവരിലെ വീരനായ അർജുനൻ. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹം വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടു പോവുകയാണ്. ഇത് കേട്ടുനോക്കൂ, ഇത് അർജുനന്റെ തന്നെ വാക്കുകളാണ്. തന്റെ മുന്നിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് സ്വന്തം മുത്തച്ഛനും ഗുരുക്കന്മാരും സഹോദരന്മാരുമാണ്. ഈ കാഴ്ച അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും എത്രമാത്രം തളർത്തിക്കളഞ്ഞു എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ അർജുനൻ വെറുതെ വികാരാധീനരായിട്ട് പിന്മാറുന്നതല്ല കേട്ടോ. അദ്ദേഹത്തിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. എന്റെ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും ഞാൻ എങ്ങനെ കൊല്ലും? അത് പാപമല്ലേ? ഈ യുദ്ധം കഴിഞ്ഞാൽ കുടുംബ പാരമ്പര്യങ്ങളൊക്കെ നശിക്കില്ലേ? നാട്ടിൽ അരാജകത്വം വരില്ലേ? അവസാനം ഇവരെയൊക്കെ കൊന്നിട്ട് നമ്മൾ നരകത്തിൽ പോകേണ്ടി വരില്ലേ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വിഷമം. ഇങ്ങനെ തകർന്നിരിക്കുന്ന അർജുനനെ കരകയറ്റാൻ അദ്ദേഹത്തിന്റെ തേരാളിയായ ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന ആദ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഗീതയുടെ കാതൽ. കൃഷ്ണൻ പറയുന്ന പോയിന്റ് വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ആഴമുള്ളതുമാണ്. അദ്ദേഹം പറയുന്നു, ഈ കാണുന്ന ശരീരം വെറും താൽക്കാലികമാണ്. നമ്മൾ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയത് ധരിക്കുന്നത് പോലെ മാത്രം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഞാൻ, അതായത് ആത്മാവ്, അതിന് ജനനമോ മരണമോ ഇല്ല. അത് അനശ്വരമാണ്. അതുകൊണ്ട് സത്യത്തിൽ ആരും ആരെയും കൊല്ലുന്നില്ല. ആത്മാവിന്റെ ഈ അനശ്വരതയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അല്ലേ? ഒരു ആയുധത്തിനും അതിനെ മുറിക്കാനാവില്ല, തീയിന് അതിനെ കത്തിക്കാനാവില്ല. ഭൗതികമായ ഒന്നിനും ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ആശയം ഈ വാക്കുകൾ ശരിക്കും ഉറപ്പിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ഇവിടെ വെറും തത്വചിന്ത പറഞ്ഞു നിർത്തുന്നില്ല. ഈ പ്രതിസന്ധിയെ മറികടന്ന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ 3 പ്രായോഗിക വഴികൾ അഥവാ യോഗങ്ങൾ കൂടി ഉപദേശിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് കർമ്മയോഗം. അതായത് ഫലത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. അത് നല്ലതോ ചീത്തയോ ആവട്ടെ, നമ്മുടെ കടമ എന്താണോ അത് ഭംഗിയായി ചെയ്യുക. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആ പ്രവൃത്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഈ ശ്ലോകം കർമ്മയോഗത്തിന്റെ മുഴുവൻ ആശയത്തെയും ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കി തരും. ഫലം നമ്മുടെ കയ്യിലല്ല, പക്ഷേ പ്രവൃത്തി ചെയ്യുക എന്നത് നമ്മുടെ ധർമ്മമാണ്. അടുത്തത് ജ്ഞാനയോഗം, അതായത് അറിവിന്റെ പാത. ആത്മാവെന്താണ്, ഈ പ്രപഞ്ചമെന്താണ് എന്നൊക്കെയുള്ള ശരിയായ അറിവ് നേടുന്നതിലൂടെ നമുക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാമെന്ന് കൃഷ്ണൻ പറയുന്നു. ജ്ഞാനമാകുന്ന തീ എല്ലാ കർമ്മങ്ങളെയും ചാരമാക്കി മാറ്റുമെന്ന്. 3ാമത്തെ വഴിയാണ് ഭക്തിയോഗം. നമ്മൾ ചെയ്യുന്നതെന്തും, നമ്മുടെ സ്നേഹവും പ്രവൃത്തികളുമെല്ലാം ഈശ്വരന് സമർപ്പിക്കുക. ഉറച്ച വിശ്വാസത്തോടെ ഈശ്വരനിൽ മാത്രം മനസ്സുറപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇല്ലാതാവും. ഇനി നമ്മൾ ഗീതയിലെ ഒരുപക്ഷെ ഏറ്റവും വിസ്മയകരമായൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. കൃഷ്ണൻ തന്റെ സാധാരണ മനുഷ്യരൂപം വെടിഞ്ഞ് തന്റെ യഥാർത്ഥ പ്രപഞ്ചരൂപം, വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്ന നിമിഷം. അർജുനന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ കാഴ്ചയുടെ ഭീകരതയും അത്ഭുതവും നമുക്ക് ഊഹിക്കാം. പ്രപഞ്ചം മുഴുവൻ കൃഷ്ണന്റെ ശരീരത്തിൽ ഒന്നായി നിൽക്കുന്നത് കണ്ട് അർജുനൻ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. ഈ വെളിപ്പെടുത്തലിന് വലിയൊരർത്ഥമുണ്ട്. ഞാനാണ് ഇവരെ കൊല്ലാൻ പോകുന്നത് എന്ന വലിയ ഭാരത്തിൽ നിന്ന് അത് അർജുനനെ മോചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എല്ലാം ചെയ്യുന്നത് താനല്ല, താനൊരു നിമിത്തം മാത്രമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് അവിടെ വെച്ച് കിട്ടുകയാണ്. കണ്ടില്ലേ, കൃഷ്ണൻ പറയുന്നു, ഇവരെല്ലാം എന്റെ കൈയാൽ എപ്പോഴോ കൊല്ലപ്പെട്ടവരാണ് അർജുന, നീ വെറുമൊരു ഉപകരണം മാത്രമാവുക. ഇത് നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ പാഠമാണ്. നമ്മളൊരു വലിയ കളിയുടെ ഭാഗം മാത്രമാണെന്ന തിരിച്ചറിവ്. അപ്പോൾ ഇത്രയും അറിവ് ലഭിച്ചതിനു ശേഷം അർജുനന് എന്തു സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ആ മാറ്റം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഈ വിവരണം അവസാനിപ്പിക്കാം. ഒന്ന് ഓർത്തു നോക്കൂ. തുടക്കത്തിൽ അമ്പും വില്ലുമൊക്കെ താഴെയിട്ട് യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞ് തേരിൽ തളർന്നിരുന്ന ആ അർജുനനെ, ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് മാറിയതെന്ന് നോക്കാം. ഇതാണ് അർജുനന്റെ തീരുമാനത്തിന് കാരണമായ കൃഷ്ണന്റെ അവസാനത്തെ ശക്തമായ നിർദ്ദേശങ്ങൾ. എല്ലാം എന്നിൽ സമർപ്പിക്കൂ, എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ദുഃഖിക്കേണ്ട എന്ന് കൃഷ്ണൻ ഉറപ്പു നൽകുന്നു. ഇപ്പോൾ നോക്കൂ അർജുനന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായും മാറി. ആശയക്കുഴപ്പങ്ങളെല്ലാം പോയി. പകരം നല്ല വ്യക്തതയും ലക്ഷ്യബോധവും കൈവന്നു.
ഒടുവിൽ അർജുനൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കൂ. തന്റെ എല്ലാ സംശയങ്ങളും മാറി ഇനി അവിടുന്ന് പറഞ്ഞതുപോലെ ഞാനെന്റെ കടമ ചെയ്യാം എന്നദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. സംശയം അറിവിനു വഴിമാറിയ നിമിഷം. അപ്പോ നമ്മുടെയൊക്കെ ജീവിതമാണ് നമ്മുടെ കുരുക്ഷേത്രം. ഇവിടെ നമ്മളെല്ലാം ഓരോ പ്രതിസന്ധികളിൽപ്പെട്ട അർജുനന്മാരാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഈ 3 വഴികളിൽ ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഫലം നോക്കാതെ കർമ്മം ചെയ്യുന്ന വഴിയോ, ശരിയായ അറിവ് നേടുന്ന വഴിയോ, അതോ എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്ന ഭക്തിയുടെ വഴിയോ? ചിന്തിച്ചു നോക്കൂ.